പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനം പഠിക്കാൻ ദൈവം തന്ന ഈ കൃപയ്ക്കും അവസരത്തിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ നാളുകളിൽ സനാതനമായ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ പഠിക്കാൻ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം നിസ്സാരമല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യാം. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലേക്ക് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ 5-ാം അധ്യായം വിവരിക്കുന്നത് ഒരു പുതിയ സംഭവമാണ്. ബേത്സേദ എന്ന കുളത്തിൻ്റെ കരയിൽ രോഗിയായി കിടന്ന ഒരു മനുഷ്യനെ യേശു സുഖപ്പെടുത്തുന്ന സംഭവമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പ്രതിപാദന വിഷയം. 5-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ആമുഖമായി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 10-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ തിരുവചനം വരെ ഒരു പുതിയ സബ്സെക്ഷൻ ആരംഭിക്കുന്നു. ഒരു ഉപവിഭാഗം തുടങ്ങുകയാണ്. ഒരു പുതിയ വിഭാഗം, ഉപവിഭാഗം എന്ന് പറയാൻ കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ അടയാളങ്ങളുടെ പുസ്തകം എന്ന പേരിൽ നമ്മൾ പഠിച്ചു വരികയാണ്. ആദ്യത്തെ ഈ 12 അധ്യായങ്ങളെ അടയാളങ്ങളുടെ, യേശു പ്രവർത്തിച്ച അടയാളങ്ങളുടെ വിവരണങ്ങളായി വായിച്ചു വരുമ്പോൾ ഈ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 10-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം വരെ അതിനകത്തുള്ള ഒരു ഉപവിഭാഗമായി നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് ഈ സബ്സെക്ഷൻ്റെ പ്രമേയം? 4 യഹൂദരുടെ തിരുനാളുകൾക്ക് യേശു പങ്കെടുക്കുന്നതും ആ തിരുനാളുകളിൽ സംബന്ധിക്കുന്ന സന്ദർഭങ്ങളിൽ യേശു ആ തിരുനാളുകളെ നവമായി വ്യാഖ്യാനിക്കുന്നതുമാണ് ഈ ഉപവിഭാഗത്തിൻ്റെ പ്രമേയം. ഞാൻ ഒരിക്കൽ കൂടി പറയാം. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 10-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം വരെയുള്ള ഈ സബ്സെക്ഷൻ വിവരിക്കുന്നത് യഹൂദരുടെ 4 പ്രധാനപ്പെട്ട തിരുനാളുകളിൽ യേശു സംബന്ധിക്കുന്നതായിട്ടാണ്. ഈ തിരുനാളുകളിൽ യേശു സംബന്ധിക്കുക മാത്രമല്ല, യേശു ഈ തിരുനാളുകളെ പുനർവ്യാഖ്യാനത്തിന് വിധേയമാക്കുന്നു. യഹൂദരുടെ 4 ലിറ്റർജിക്കൽ ഫീസ്റ്റുകളെ യേശു ഒരു പുനർവ്യാഖ്യാനത്തിന് വിധേയമാക്കിക്കൊണ്ട് ആ തിരുനാളുകൾ ആചരിക്കണമെന്നാവശ്യപ്പെടുക വഴി ദൈവമായ കർത്താവ് എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത് എന്നതിനെ മനസ്സിലാക്കി തരാൻ യേശു ശ്രമിക്കുകയുമാണ്. ഏതൊക്കെയാണ് ആ 4 തിരുനാളുകൾ? 1 സാബത്ത്, 2 പെസഹ തിരുനാൾ, 3 കൂടാര തിരുനാൾ, 4 ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ തിരുനാൾ. സാബത്ത്, പെസഹ, കൂടാര തിരുനാൾ, പ്രതിഷ്ഠാ തിരുനാൾ. ഈ 4 തിരുനാളുകളിൽ, ആരാധനാ തിരുനാളുകളിൽ യേശു സംബന്ധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവങ്ങളും ആ സംഭവങ്ങളിലൂടെ യേശു ഈ തിരുനാളുകളെ പുനർവ്യാഖ്യാനത്തിന് വിധേയമാക്കുന്നതുമാണ് 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 10-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ തിരുവചനം വരെയുള്ള പ്രതിപാദന വിഷയം. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സംഭവങ്ങൾ വിവരിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ തിരുനാളുകളിൽ സംബന്ധിച്ചത് വഴിയായും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളിലൂടെ യഹൂദരുടെ ഈ തിരുനാളുകളെ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കുക വഴിയായും അതിൻ്റെ അനന്തരഫലമായി ഉണ്ടായത് യഹൂദരും, പ്രത്യേകിച്ച് ജെറുസലേമിലെ യഹൂദരും യേശുവും തമ്മിലുള്ള ഒരു തുറന്ന സംഘർഷത്തിന്
ഈ തിരുനാളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വേദിയായി മാറുകയും ചെയ്യുന്നു. അതായത് 10-ാം അധ്യായം വരെയുള്ള ഈ 4 തിരുനാളുകളിൽ യേശുവിൻ്റെ ഇടപെടലുകളെ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു എന്നുകൂടി സുവിശേഷകൻ വെളിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അനന്തരഫലം യഹൂദരും യേശുവും തമ്മിലുള്ള ടെൻഷൻ വർദ്ധിക്കുകയും ഒരു തുറന്ന സംഘർഷത്തിലേക്കും ഒരു തുറന്ന പോരാട്ടത്തിലേക്കും ഈ സംഭവങ്ങൾ വഴി തുറന്നു വിടുകയും ചെയ്യുന്നു എന്നതാണ് ഈ 5 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളെ വായനയ്ക്ക് വിധേയമാക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം എങ്ങനെയാണ്? ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ഈ തിരുനാൾ ഏതാണ് എന്ന് യോഹന്നാൻ വ്യക്തമായ സൂചനകൾ നൽകുന്നില്ല. എന്നാൽ വചനം പഠിക്കുന്ന ആളുകളുടെ, പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യേശു യോഹന്നാൻ വ്യക്തമായി രേഖപ്പെടുത്താത്ത ഈ തിരുനാളിന് പോയി എന്ന് പറയുമ്പോൾ, ഒരു തിരുനാളിന് പോയി എന്ന് പറയുമ്പോൾ, വചനം പഠിക്കുന്ന പണ്ഡിതരായ ആളുകളിൽ പലരും അഭിപ്രായപ്പെടുന്നത് ഇത് പെന്തക്കോസ്താ തിരുനാളായിരുന്നു എന്നാണ്. എന്തായിരുന്നു യഹൂദന് പെന്തക്കോസ്താ തിരുനാൾ? പെന്തക്കോസ്താ എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. ദ 50th ഡേ. എന്തിൻ്റെ 50-ാം ദിവസം? പെസഹാ തിരുനാൾ കഴിഞ്ഞ് വരുന്ന 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്താ. പെസഹാ തിരുനാൾ കഴിഞ്ഞ് 7 ആഴ്ചകൾ കഴിയുമ്പോൾ, 7 × 7 49, 49-ാമത്തെ ദിവസം കഴിഞ്ഞ് വരുന്ന 50-ാമത്തെ ദിവസം ഒരു തിരുനാളാണ്. ആ തിരുനാളാണ് പെന്തക്കോസ്താ. പെസഹായ്ക്ക് ശേഷം 7 ആഴ്ചകൾ കഴിയുമ്പോൾ വരുന്ന തിരുനാളായതുകൊണ്ട് ഇതിനെ ആഴ്ചകളുടെ തിരുനാൾ എന്നും വിളിച്ചിരുന്നു. ദ ഫീസ്റ്റ് ഓഫ് ദ വീക്ക്, ഫീസ്റ്റ് ഓഫ് ദ വീക്സ്, ആഴ്ചകളുടെ തിരുനാൾ. ഇത് യഹൂദരുടെ വിളവെടുപ്പ് തിരുനാളായിരുന്നു. കൂടാതെ സീനായി മലയുടെ മുകളിൽ വെച്ച് ദൈവം മോശയ്ക്ക് നിയമം നൽകുകയും മലയടിവാരത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവം നൽകിയ നിയമങ്ങൾ ജനത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്ത നിയമം നൽകപ്പെട്ടതിൻ്റെ വാർഷികാഘോഷവും ആചരണവും ഓർമ്മയുമായിരുന്നു പെന്തക്കോസ്താ തിരുനാൾ. യഹൂദന് നിയമം നൽകപ്പെട്ടതിൻ്റെ വാർഷികാചരണമായിരുന്നു പെന്തക്കോസ്താ തിരുനാൾ. യഹൂദൻ്റെ നിയമം നൽകപ്പെട്ട സൗഭാഗ്യങ്ങളുടെ ഓർമ്മയാചരണമായിരുന്നു പെന്തക്കോസ്താ. അപ്പോൾ ഈ തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോവുകയാണ്. അതാണ് 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബേത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളം ഉണ്ടായിരുന്നു. സാധാരണയായി നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു പേരാണ് ബേത്സദ. ബത്സയിദ കുളം എന്ന് പലപ്പോഴും നാം ഇതിനെ പറയാറുണ്ട്. ഇത് ബത്സയിദ അല്ല, ഇത് ബേത്സദ ആണ്. ബത്സയിദ ഫിലിപ്പോസിൻ്റെ ഗ്രാമമാണ്. അത് മറ്റൊരു സ്ഥലമാണ്. ഇത് ജെറുസലേം ദേവാലയത്തിനകത്തുള്ള, ദേവാലയത്തിൻ്റെ മതിലുകൾക്കകത്തുള്ള ഒരു സ്ഥലമാണ് ബേത്സദ. ജെറുസലേമിൽ ഈ ബേത്സദ കുളം സ്ഥിതി ചെയ്തിരുന്നത് അജകവാടത്തിന് അടുത്ത് ആണ്. അജകവാടം, ദ ഷീപ്പ് ഗേറ്റ്. അജകവാടം എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ അനേകം വാതിലുകളുണ്ടായിരുന്നു. കോട്ടയ്ക്കകത്തുകൂടി ജെറുസലേം ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കാൻ യഹൂദന് അനേകം വാതിലുകൾ, അനേകം ഗേറ്റുകൾ ഉണ്ടായിരുന്നു. മറ്റൊരു ഗേറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അതാണ് സുന്ദര കവാടം. സുന്ദര കവാടത്തിനടുത്ത് ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന, ജന്മനാ മുടന്തനായിരുന്ന ആളെയാണ് പത്രോസും യോഹന്നാനും പെന്തക്കോസ്താ അനുഭവത്തിന് ശേഷം ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് സുഖപ്പെടുത്തുന്നത്. അത് സുന്ദര കവാടം. ഇത് അജകവാടം, ഷീപ്പ് ഗേറ്റ്. ഈ അജകവാടത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ സൂചനയുള്ളത് നെഹമ്യായുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ്. നെഹമ്യാ പ്രവചനം 3-ാം അധ്യായം 1-ാം വാക്യം എങ്ങനെയാണ്? പ്രധാന പുരോഹിതനായ ഏലിയാഷിബ് സഹപുരോഹിതന്മാരോടൊത്ത് അജകവാടം പണിതു. പ്രധാന പുരോഹിതനായ ഏലിയാഷിബ് സഹപുരോഹിതന്മാരോടൊത്ത് അജകവാടം പണിതു. അവർ അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുകയും കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ശതഗോപുരവും ഹനനേൽ ഗോപുരവും വരെ പണിത്
പ്രതിഷ്ഠാകർമ്മം നടത്തി. നെഹെമ്യാ 3-ാം അധ്യായം 1-ാം വാക്യം. അപ്പോൾ ഇതാണ് അജകവാടത്തിൻ്റെ നിർമ്മാണം. എന്തായിരുന്നു അജകവാടത്തിൻ്റെ ഉദ്ദേശം? ദേവാലയത്തിലേക്ക്, പ്രത്യേകിച്ച് പെസഹാ തിരുനാളിന് ലക്ഷക്കണക്കിന് ആടുകൾ ബലിയർപ്പിക്കപ്പെടുമ്പോൾ ആടുകളെ കൂട്ടം കൂട്ടമായി ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ഗേറ്റാണ് ഷീപ്പ് ഗേറ്റ്, അജകവാടം. അജം സമം ആട്, ആടുകളെ കൊണ്ടുപോകുന്ന കവാടം. ആടുകളെ ഈ ഗേറ്റിലൂടെ കൊണ്ടുപോയതിന് മറ്റൊരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. ഈ അജകവാടത്തിനടുത്താണ് ബേത്സദാ കുളം. അവിടെ 5 മണ്ഡപങ്ങളുള്ള ഈ കുളം ആടുകളെ കഴുകുന്നതിനും ആടുകളെ കുളിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ദേവാലയത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് ദേഹശുദ്ധി വരുത്തുന്നതിനും ഉപയോഗപ്പെട്ടിരുന്ന ഒരു കുളം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അജകവാടത്തിലൂടെ ആടുകളെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയിരുന്നു എന്ന ഒരു വായനയും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് അജകവാടം. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ ബേത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അപ്പോൾ ഈ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ട്. ഈ മണ്ഡപങ്ങളിൽ, ഈ കുളത്തിനടുത്തുള്ള ഈ മണ്ഡപങ്ങളിൽ, ഈ പോർട്ടിക്കോകളിൽ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികളെ കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ, ഭാവനയിൽ ഇത് കണ്ടാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനോഹരമായി മനസ്സിലാവും. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആളുകൾ ദേഹശുദ്ധി വരുത്തുകയും അതുപോലെ തന്നെ ആടുകളെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഈ കുളം പിതാക്കന്മാർ മാമോദീസ കുളവുമായിട്ടാണ് താരതമ്യപ്പെടുത്തി വായിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ദേവാലയത്തിൽ പ്രവേശിക്കാൻ, അതായത് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുൻപുള്ള കുളിയായ മാമോദീസ എന്ന കുളി നടത്തുന്ന ആ ബേത്സദാ കുളം, അത് മാമോദീസ കുളം ആയിട്ടാണ് പല പിതാക്കന്മാരും ഇതിനെ വായിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബാപ്റ്റിസ്മൽ ഫോണ്ടിൻ്റെ ആ ഒരു സിമ്പലായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല, താഴേക്ക് നമ്മൾ വായിച്ച് ഈ സംഭവം വായിച്ചു പോകുമ്പോൾ അവിടെ രോഗികൾ കിടന്നിരുന്ന രോഗികൾ അവിടെ കാത്തു കിടന്നിരുന്നത് ഒരു മാലാഖ വന്ന് ഈ കുളം ഇളക്കുകയും വെള്ളം ചലിക്കുകയും ചെയ്യുമ്പോൾ ആ കുളത്തിന് ആളുകളെ സുഖപ്പെടുത്താനുള്ള ശക്തി ഉണ്ടായിരുന്നു എന്നവർ വിശ്വസിച്ചിരുന്നു. ഇതിനെയും മാമോദീസായുമായി ബന്ധപ്പെടുത്തി സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ചലനം നമ്മൾ പ്രാർത്ഥിക്കാനെടുത്ത് വെക്കുന്ന ജലത്തിലുണ്ടാകുമ്പോൾ ആ ജലമാണ് മാമോദീസ ജലമായി മാറുകയും മാമോദീസ സ്വീകരിക്കുന്ന കുഞ്ഞിനെ അല്ലെങ്കിൽ മുതിർന്ന ആളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുകയും ചെയ്യുന്നത്. ആത്മാവിൻ്റെ പാപക്കറകളെ സുഖപ്പെടുത്തി പുതിയ വ്യക്തിയാക്കി, പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന മാമോദീസ കുളത്തിൻ്റെ പ്രതീകമായി ബേത്സദാ കുളത്തെ വായിച്ചെടുത്ത സഭാപിതാക്കന്മാരുടെ പരാമർശങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ബേത്സദാ കുളത്തിന് 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. ഈ 5 മണ്ഡപങ്ങളെ ചില സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് പഴയ നിയമത്തിലെ 5 പുസ്തകങ്ങളോടാണ്. അല്ലെങ്കിൽ നിയമഗ്രന്ഥങ്ങളെന്നറിയപ്പെടുന്ന പഴയ നിയമത്തിലെ 5 പുസ്തകങ്ങളായ പഞ്ചഗ്രന്ഥികളാണ് ഈ 5 മണ്ഡപങ്ങൾ എന്ന് പിതാക്കന്മാർ പറയുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം ആഴമുള്ളതാണ്. അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നന്നായി ശ്രദ്ധിച്ചാലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ കുളത്തിൻ്റെ കരയിൽ, ഈ കുളത്തോട് ചേർന്ന് 5 മണ്ഡപങ്ങൾ, ആ മണ്ഡപങ്ങളിൽ കുരുടരും മുടന്തരും തളർവാദ രോഗികളുമായ അനേകം രോഗികളെ പാർപ്പിച്ചിരുന്നു. അപ്പോൾ ഈ 5 മണ്ഡപങ്ങളെ ചില സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് 5 നിയമഗ്രന്ഥങ്ങളായിട്ടാണ്. പഞ്ചഗ്രന്ഥികൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തന പഞ്ചഗ്രന്ഥികളായിട്ടാണ്.
ഈ പഞ്ചഗ്രന്ഥികൾ നിയമം, പൗലോസ്ലീഹ പറയുന്നു, കൃപ ആവിർഭവിക്കുന്നതിന് മുമ്പ് മനുഷ്യർ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. കൃപായുഗം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിന് മുൻപ് മനുഷ്യൻ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. നിയമം കാവൽ നൽകുന്നുണ്ടായിരുന്നു, സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. കൃപായുഗം ആവിർഭവിക്കുന്നതിന് മുൻപ് കുരുടരും മുടന്തരും തളർവാദ രോഗികളുമായ, അല്ലെങ്കിൽ പാപം കൊണ്ട് മുടന്തിപ്പോയ, പാപം കൊണ്ട് കണ്ണുകൾ അന്ധമായിപ്പോയ, പാപം കൊണ്ട് എഴുന്നേൽക്കാനാവാതെ തളർന്നു വീണുപോയ മാനവകുലത്തെ സംരക്ഷിച്ച് പാർപ്പിച്ചിരുന്ന നിയമമായിരുന്നു ഈ 5 മണ്ഡപങ്ങൾ. ഈ പഞ്ചഗ്രന്ഥികളുടെ സൂചനയാണ്, അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ സൂചനയാണ് ഈ 5 മണ്ഡപങ്ങൾ. നിയമത്തിന് മനുഷ്യർക്ക് ഷെൽട്ടർ നൽകാൻ പറ്റും, പക്ഷേ സുഖപ്പെടുത്താൻ പറ്റില്ല. നിയമത്തിൻ്റെ പ്രത്യേകത, നിയമം മനുഷ്യനെ സംരക്ഷിച്ച് നിർത്തും. ഒരു പരിധിക്കപ്പുറത്തേക്ക് മനുഷ്യൻ്റെ വഷളത്വങ്ങൾ നിയന്ത്രണരേഖ പിന്നിട്ട് പോകാതെ നിയമം മനുഷ്യനെ നിയന്ത്രിച്ച് കാവലായി നിൽക്കും. എന്നാൽ ആ നിയമത്തിന് മനുഷ്യൻ്റെ പാപാവസ്ഥയെ നീക്കിക്കളയാനുള്ള ശക്തിയില്ല, മനുഷ്യനെ സുഖപ്പെടുത്താനുള്ള ശക്തിയില്ല. നിയമകാലഘട്ടത്തിൽ മനുഷ്യർ രോഗികളായി തുടർന്നിരുന്നു. എന്നാൽ ആ രോഗത്തിൻ്റെ സൗഖ്യമായ പാപമോചനം അല്ലെങ്കിൽ കൃപ ആവിർഭവിക്കുന്നത് പുതിയ നിയമത്തിലാണ്. നിയമത്തിന് ഒരു പാപം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ ആ പാപം പരിഹരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. നിയമം രോഗികളെ പാർപ്പിച്ചിരുന്നു, കാവൽ നിന്നിരുന്നു, സംരക്ഷിച്ചിരുന്നു, പക്ഷേ സുഖപ്പെടുത്തിയിരുന്നില്ല. ദ ലോ ഷെൽട്ടേർഡ് ദ സിക്ക് ബട്ട് നെവർ ഹീൽഡ് ദം. അപ്പോൾ ഈ 5 മണ്ഡപങ്ങൾ മനുഷ്യൻ്റെ ബലഹീനാവസ്ഥയിൽ അവനെ നിയന്ത്രിച്ചു നിർത്തുന്ന നിയമങ്ങളുടെ സൂചനയായിരുന്നു. പക്ഷെ ആ നിയമത്തിന്, ആ പഴയ നിയമത്തിന് മനുഷ്യനെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടായിരുന്നില്ല. പാപാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ സുഖപ്പെട്ടു വരണമെങ്കിൽ ഈ നിയമങ്ങളുടെ കാവലിൽ കഴിയുന്ന മനുഷ്യൻ്റെ അരികിലേക്ക് രക്ഷകനായ മെശിഹ കടന്നു വരേണ്ടതുണ്ട്. അതാണ് ഈ ഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്ന ആശയം. അതായത് നിയമത്തിൻ്റെ കാവലിൽ നിയമം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥയിൽ പാപബോധം നൽകി നിയമം മനുഷ്യനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന സമയത്ത് ആ തളർവാദ രോഗിയായ മനുഷ്യനെ സുഖപ്പെടുത്താനും എഴുന്നേൽപ്പിക്കാനും അവന് ജീവനിലേക്ക് നടന്നു പോകാൻ വഴി തുറന്നു കൊടുക്കാനും കഴിവുള്ളവനായ മിശിഹ, നൂറ്റാണ്ടുകളായ യഹൂദർ നിയമം അനുവർത്തിച്ച് പാടുപെട്ട് വലഞ്ഞു ജീവിച്ച ഒരു ജനത കാത്തിരുന്ന മിശിഹായാണ് ഈ തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നത്. ഈ 5 മണ്ഡപങ്ങൾ അവരെ സംരക്ഷിക്കുന്നു, പക്ഷേ അവരെ സുഖപ്പെടുത്തുന്നില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത മറ്റൊരു സൂചന, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യം വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ആഴങ്ങളുടെ ഗ്രന്ഥമാണിത്, അത്ഭുതങ്ങളുടെ ഗ്രന്ഥമാണിത്. അതുകൊണ്ട് ഓരോ വാക്കിലും നിധികളും സൂചനകളും നിരവധിയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായ വിശകലനത്തിലൂടെ സാവധാനം മുന്നോട്ട് പോകാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അടുത്ത വാക്യം എങ്ങനെയാണ്? 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. 38 വർഷം. ഈ 38 വർഷം ബൈബിളിൽ ഇനി മറ്റൊരിടത്ത് കാണുന്നത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്കതൊന്ന് വായിക്കാം. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, നിയമാവർത്തനം 2:14 ഇങ്ങനെയാണ്: അതനുസരിച്ച് നാം സെറത് അരുവി കടന്നു. നാം കാദേശ് ബർണയായിൽ നിന്ന് പുറപ്പെട്ട് സെറത് അരുവി കടക്കുന്നത് വരെ സഞ്ചരിച്ച കാലം 38 വർഷമാണ്.
അതിനിടയിൽ കർത്താവ് അവരോട് ശപഥം ചെയ്തിരുന്ന പ്രകാരം യുദ്ധം ചെയ്യാൻ കഴിവുള്ള മനുഷ്യരുടെ ഒരു തലമുറ മരണമടഞ്ഞിരുന്നു. അതനുസരിച്ച് നാം സെറദ് അരുവി കടന്നു. നാം കാദേശ് ബർണയായിൽ നിന്ന് പുറപ്പെട്ട് സെറദ് അരുവി കടക്കുന്നതുവരെ സഞ്ചരിച്ച കാലം 38 വർഷമാണ്. അതിനിടയിൽ കർത്താവ് അവരോട് ശപഥം ചെയ്തിരുന്ന പ്രകാരം യുദ്ധം ചെയ്യാൻ കഴിവുള്ള മനുഷ്യരുടെ ഒരു തലമുറ മരണമടഞ്ഞിരുന്നു. എന്താണ് ഈ 38 വർഷം? കാദേശ് ബർണയായിൽ നിന്ന് കാനാനിലെത്താൻ യഹൂദരെടുത്ത കാലമാണ് 38 വർഷം. എന്താണ് 38 വർഷത്തിൻ്റെ പ്രത്യേകത? കാദേശ് ബർണയായിൽ വെച്ച് സെറദ് അരുവി കടക്കുന്നതിന് മുമ്പ് ഒറ്റുനോക്കാൻ പോയ മനുഷ്യർ നൽകിയ തെറ്റായ വിവരമനുസരിച്ച് കാനാൻ ദേശത്തുള്ള മനുഷ്യർ അനാക്കിമിൻ്റെ മക്കൾ തങ്ങളെ വിഴുങ്ങിക്കളയുമെന്ന് പേടിച്ച് ദൈവശക്തിയെ സംശയിച്ച് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോന്നതിനെ ഓർത്ത് പരിതപിച്ച് ദൈവത്തിനെതിരെ പിറുപിറുത്ത് അവിശ്വസിച്ച് ഒരു ജനത ദൈവത്തെ അവിശ്വാസം കൊണ്ടും കലഹം കൊണ്ടും അപ്രീതിപ്പെടുത്തുമ്പോൾ ദൈവം അവരോട് പറയുകയാണ്, 3 ആഴ്ച കൊണ്ട് നടന്നെത്താൻ കഴിയുന്ന കാനാൻ ദേശത്ത് നിങ്ങൾ 3 ആഴ്ച കൊണ്ട് എത്താൻ പോകുന്നില്ല, മറിച്ച് ഈ മരുഭൂമിയിലൂടെ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് 38 വർഷം കഴിഞ്ഞ് കാനാൻ ദേശത്ത് എത്തുകയുള്ളൂ. അതിനോടകം ജോഷുവായും കാലേബും ഒഴിച്ചുള്ള ആ തലമുറയിലെ സകല മുതിർന്നവരും മരണമടഞ്ഞിരിക്കും. പാപത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ശിക്ഷ ഏറ്റുവാങ്ങിയ പഴയ നിയമ ജനത മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന കാലമാണ് 38 വർഷം. അപ്പോൾ ഈ തളർവാദ രോഗിയായ മനുഷ്യൻ ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, ഇസ്രായേൽ എന്ന പാപത്തിൻ്റെ അനന്തരഫലം പേറി അലഞ്ഞു തിരിയുന്ന ഒരു ജനതയുടെ പ്രതീകമായിട്ടുകൂടിയാണ് ഈ പഞ്ചഗ്രന്ഥികളാകുന്ന നിയമത്തിൻ്റെ കാവലിൽ കിടക്കുന്ന തളർവാദ രോഗിയായി ഈ ബത്ശേദ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നത്. 38 വർഷം പാപത്തിൻ്റെ ശിക്ഷയുടെ കാലാവധിയാണ്. പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയൊരു ജനത അലഞ്ഞു തിരിഞ്ഞ ഒരു കാലമാണ്. മിശിഹ വരാൻ വേണ്ടി ജനം കാത്തുകിടന്ന ഒരു കാലത്തിൻ്റെ സൂചനയാണ് ഈ 38 വർഷം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് ഈശോ മിശിഹായ്ക്ക് മാത്രമേ പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ കഴിയൂ. ബൈബിളിലെ ആദ്യത്തെ വാഗ്ദാനം മത്തായി 1:21, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാം തിരുവചനം. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. അതുകൊണ്ട് യോഹന്നാൻ അവനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കാൻ കുരിശിൽ മരിച്ച യേശുവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളെവിടെയായിരുന്നാലും കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.